പൈനാപ്പിൾ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന് പൈനാപ്പിളിൻ്റെ ആണിന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ശരിക്കും എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതെല്ലാം മാക്സിമം നിങ്ങൾ കളയാൻ വേണ്ടിയിട്ട് നോക്കണേ. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് ഇത്രയും ഞാൻ മാറ്റിയിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി അതിലുണ്ട്, അത് പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യെല്ലാം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് പൈനാപ്പിൾ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം കോരി മാറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചൂടായിട്ട് വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ വെള്ളയിൽ ഇറങ്ങി വരാൻ തുടങ്ങും. നമ്മുടെ പഞ്ചസാരയെല്ലാം മെൽട്ടായിട്ടും അതേപോലെ തന്നെ പൈനാപ്പിളിലുള്ള വെള്ളയിൽ ഇതേപോലെ ഇറങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് ഇതേപോലെ ഒന്ന് കാരമലായിട്ട് വരും. കുറേ ഒന്നും കളർ മാറി വരണമെന്നില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പൈനാപ്പിളിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ മധുരം കൂടി ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമുള്ള മധുരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ഒരു പഴയ മൂടിയോ മറ്റോ അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു സോസ് പാനും കൂടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ആദ്യം നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പൈനാപ്പിളും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ സൈഡിലെല്ലാം പൈനാപ്പിളും പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യാനുണ്ട്. ഒരു 10 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ടോട്ടൽ വേണ്ടത് 15 മിനിറ്റ് ആണ് കേട്ടോ. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ പൊന്തി വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നിക്കിൽ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കാം, ഡ്രൈ ആയിട്ടുണ്ടോ നോക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതേപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. ക്യാരറ്റ് പോളയും കായ്പോളയെല്ലാം നിങ്ങൾ കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടാവും. പൈനാപ്പിൾ കൊണ്ടുള്ള പോള അധികം ആരും കഴിച്ച് കാണില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ വെറൈറ്റികളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.